കാർഷിക സമൃദ്ധിയുടെ ഭാഗമായി നാടെങ്ങും ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായി കേരളീയ ഭവനങ്ങളിൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ. കർഷകർ പാടത്തുനിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കുന്നതാണ് ചടങ്ങ്. വരും വർഷത്തിൽ നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിലേർപ്പെട്ടവർക്കെല്ലാം അതിന്റെ നല്ല പങ്കു ലഭിക്കുമെന്നുമാണ് ഇല്ലം നിറ ചടങ്ങിന് പിന്നിലെ വിശ്വാസം. കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പിന് മുന്നോടിയായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് ചടങ്ങ് നടന്നത്. അവകാശികളായ മാടൻ കുടുംബം വിത്തിറക്കി വിരിഞ്ഞ നെൽക്കതിരുകൾ തിങ്കളാഴ്ച വൈകിട്ട് വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ വേങ്ങര ആണ്ടാംകുളത്തു നിന്നും എത്തിച്ചു. മാടൻ കുടുംബക്കാരാണ് കതിർ തലയിലേറ്റി കാൽനടയായി ക്ഷേത്രത്തിലെത്തിച്ചത്. രാജരാജേശ്വര ക്ഷേത്രത്തിന് പിറകിൽ കതിർവെക്കും തറയിലാണ് മാടൻ കാരണവർ കണ്ണന്റെ നേതൃത്വത്തിൽ 41 കെട്ട് കതിർ ഇറക്കി വെച്ചത്. വർഷങ്ങളായി തുടർന്നു വരുന്ന ചടങ്ങാണിത്. ചൊവ്വാഴ്ച കാലത്ത് അരവത്ത് ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തി പട്രോട്ടം ഇല്ലത്ത് ഹരിദാസ് നമ്പൂതിരി കതിർക്കറ്റകൾ എത്തിച്ചു. തന്ത്രി ഇരുവേശിയില്ലത്ത് പ്രസാദ കതിർക്കറ്റകൾ പൂജിച്ച് നിറയോലത്തിനൊപ്പം ശ്രീകോവിലിൽ നിറച്ചു. തുടർന്ന് കീഴ്ശാന്തി ഉപക്ഷേത്രങ്ങളിലും കലവറ സൂക്ഷിപ്പുകാരൻ കൊട്ടാരത്തിലും നിറച്ചതോടെ ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് നെൽക്കതിർ വിതരണം ചെയ്തു. പുന്നെല്ലിൻ കതിർ പ്രസാദമായി സ്വീകരിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തിയത്. സെപ്റ്റംബർ 3 പുത്തരിയും നിശ്ചയിച്ചു. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇല്ലം നിറ ആചരിക്കുന്നത്. കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ഒരു ശുഭദിനത്തിലാണ് ഇത് ആചരിക്കാറുള്ളത്. കർഷകർ ഈറനണിഞ്ഞ് ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നു. ദേവതയുടെ അനുഗ്രഹം കൊണ്ട് വർഷം മുഴുവൻ നല്ല വിളവുണ്ടാകുമെന്നാണ് ഇതിനു പിന്നിലെ വിശ്വാസം. ഇല്ലം നിറ വീട് നിറയട്ടെ, വല്ലം നിറ കുട്ട നിറയട്ടെ, കൊല്ലം നിറ വർഷം മുഴുവൻ നിറയട്ടെ, പത്തായം നിറ നാടുപൊലി പൊലിയോ പൊലി എന്ന പ്രാർത്ഥനയോടെയാണ് കർഷകർ ആദ്യ വിളവ് ഭഗവാന് സമർപ്പിക്കുന്നത്.